നമസ്തേ, നമസ്കാരം. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ണു നിറഞ്ഞു കണ്ടു. അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ ഒരു വലിയൊരു ഗിഫ്റ്റ്, അതായത് ഗുരുവായൂരപ്പൻ വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന എന്റെ ഒരു കുഞ്ഞു പെങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതിന് ശേഷം ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഒരു സമ്മാനം നൽകും എന്നുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് കേട്ടറിവുള്ളതാണ്. ഇന്ന് ഞാനത് അനുഭവിക്കുകയാണ്. കാരണം ഒത്തിരി നാളുകളായി കൃഷ്ണനെ ഓർത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാൾ ഓടി വരും. അത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് വാചകങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ നല്ലൊരുക്കത്തിനുടമയായ എന്റെ കുഞ്ഞു പെങ്ങൾ. അപ്പൊ ഗുരുവായൂരപ്പൻ ഇന്നിപ്പോ എനിക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണത്. എന്താണ് ലോക നന്മയ്ക്ക് വേണ്ടി പറയാനുള്ളത്? ഹരേ കൃഷ്ണ, സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഇന്ന് ഭഗവാന്റെ ഹാദിനി ശക്തിയായിട്ടുള്ള കാരുണ്യത്തിന്റെയും ഭക്തിയുടെയും പരമപ്രേമത്തിന്റെയും അവതാരമായിട്ടുള്ള രാധാറാണി ഭൂമിയിൽ പ്രകടമായ ദിവസമാണ്, രാധാഷ്ടമി ദിവസമാണ്. ഇന്ന് ഉണ്ണിക്കണ്ണനെ തൊഴാൻ സാധിച്ചു. എല്ലാവരുടെ ഉള്ളിലും ഭക്തിയുണ്ട്. പക്ഷെ ആ ഭക്തി വളരണമെങ്കിൽ, ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട ആളുകളെ, അത് പ്രത്യേകിച്ച് രാധാറാണിയെ പ്രാർത്ഥിക്കുക. രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനിലേക്ക് വേഗം എത്താൻ പറ്റുമെന്നാ പറയുന്നത്. അപ്പം എല്ലാവർക്കും രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും പല പല മാർഗങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ളതും ലളിതമായിട്ടുള്ളതെല്ലാം ഭക്തി മാർഗത്തിലൂടെ ഭഗവാനിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.